ആസാമിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്ന പ്രഥമ പേര് ഗൗരവ് ഗഗോയുടേത് തന്നെയാണ്. നിലവിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ ഉപനേതാവാണ് ലോക്സഭയിൽ ഗൗരവ് ഗഗോയ്. ജോർഹാത്ത് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒത്ത എതിരാളിയെന്നാണ് ആസാം ജനത പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായ വ്യക്തിയെന്ന് തന്നെയാണ് അവിടുത്തെ സർവേ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യ ടുഡേയുടെയും മറ്റ് അഭിപ്രായ സർവേ ഫലങ്ങളുടെയും പോളുകൾ പുറത്തുവരുമ്പോൾ 40% പേർ ഗൗരവ് മുഖ്യമന്ത്രിയാകേണ്ടതിന്റെ അനിവാര്യത ഉയർത്തിക്കാട്ടുകയാണ്. സർവേ പോളുകളിൽ ഗൗരവിന് കിട്ടുന്ന വലിയ ജനപ്രീതി ഹിമന്ത ബിശ്വസിനെ സമനില തെറ്റിപ്പിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. ഹിമന്തിനെ BJP-ക്കാർ പോലും എതിർക്കുകയാണ്. തീവ്ര വർഗീയ ഫാസിസ്റ്റ് മനോഭാവം ഹിമന്ത് കാത്തുസൂക്ഷിക്കുന്നത് രണ്ടാം കിട BJP-ക്കാരനായതുകൊണ്ട് മാത്രമാണെന്ന് സർവാനന്ദ സോനോവാൾ അടക്കം എല്ലാവരും പറയുകയാണ്. സർവാനന്ദ സോനോവാൾ RSSലൂടെ കടന്നുവന്ന വ്യക്തിയാണ്. എന്നാൽ ഹിമന്ത് കോൺഗ്രസുകാരനായിരുന്നു. തരുൺ ഗഗോയുടെ വലങ്കയായും ആരോഗ്യമന്ത്രിയായുമൊക്കെ സേവനമനുഷ്ഠിച്ച വ്യക്തി പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ BJP-യിലേക്ക് എത്തിപ്പെടുകയും അദ്ദേഹം BJP നേതൃത്വത്തിൽ ഒന്നാമനാകാൻ വേണ്ടി തീവ്ര വർഗീയ സ്വഭാവം ഉണ്ടാക്കിയെടുക്കുകയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭയെ മുക്കുന്നതുൾപ്പെടെ സദാ വർഗീയ വിദ്വേഷം മാത്രം വമിപ്പിക്കുന്ന ഒരു വ്യക്തിയായി അധപ്പതിക്കുകയും ചെയ്തു. അതാണ് ഹിമന്തിൽ BJP നേതൃത്വം കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ ഹിമന്തിനെ എതിർക്കാൻ കെൽപ്പുള്ള വ്യക്തി മുൻ മുഖ്യമന്ത്രി കൂടിയായ ആസാമിലെ ഏറ്റവും ജനപ്രിയനായ തരുൺ ഗഗോയുടെ മകൻ ഗൗരവിനെയാണ്. ഗൗരവ് ഇന്ത്യൻ പൗരൻ പോലുമല്ല. അദ്ദേഹം വിദേശ വനിതയെ കല്യാണം കഴിച്ചു, പാകിസ്ഥാനുമായി വലിയ കണക്ഷനാണെന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും അതുപോലെ തന്നെ പെഹൽഗാം ഭീകരാക്രമണ സമയത്തും വലിയ തോതിൽ ഗൗരവ് ഗഗോയെ വേട്ടയാടാൻ ശ്രമിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൗരവ് ഗഗോയ് കൃത്യമായ പ്ലാനുമായി മുന്നോട്ട് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ BJP-യേക്കാൾ കുറവാണെങ്കിലും ശതമാനക്കണക്കിൽ കോൺഗ്രസിനുണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ഫലവത്താക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ ഗൗരവ്. ഗൗരവിനെ സംബന്ധിച്ചിടത്തോളം ഹിമന്തിനെ അടിച്ചിടുക എന്നത് ഏറ്റവും വലിയ മധുര പ്രതികാരം കൂടിയാണ്. ടീച്ചറെ, ഓണത്തിന് സമ്മാനമായിട്ടൊരു വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ. വലിയ ലക്ക. കേരളത്തിൽ ഇപ്പോ വെറും ലക്കല്ല, നന്ദിലക് ജിമാർട്ട് വക്കാലക്ക. നന്ദിലക് ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദിലക് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.